ഏറ്റവും പുതിയതായി ലഭ്യമാകുന്ന ദൃശ്യങ്ങൾ വ്യക്തതയുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അത് ഡോക്ടർ ഉമർ ഓടിച്ചിരുന്ന വാഹനത്തിന്റെ ദൃശ്യങ്ങളാണ്. അതിനുള്ളിൽ ഡോക്ടർ ഉമറിനെയും കാണാം. കറുത്ത മാസ്ക് ധരിച്ചിരിക്കുന്ന ദൃശ്യങ്ങളും വ്യക്തമാണ്. ഈ കാറാണ് സ്ഫോടക വസ്തു ഉണ്ടായിരുന്ന ഈ കാറാണ് പൊട്ടിത്തെറിച്ചത്. ഡോക്ടർ ഉമർ ചാവേറാണ് എന്നാണ് ഇപ്പോൾ അന്വേഷണ ഏജൻസികൾ സംശയിക്കുന്നത്. 3 ഡോക്ടർമാരെയാണ് ഫരീദാബാദിൽ സ്ഫോടക വസ്തുക്കളുമായി കഴിഞ്ഞ ദിവസം പിടിച്ചിരുന്നത്. അങ്ങനെയെങ്കിൽ ഇവരുമായി ബന്ധമുള്ളയാളാണ് ഡോക്ടർ ഉമർ എന്നതും ശക്തമായി തന്നെ സംശയിക്കുന്നുണ്ട്. ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങളിലേക്ക് അന്വേഷണം നീളുന്നു. സുരക്ഷാ ഉദ്യോഗസ്ഥരൊക്കെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ്. UAPA ആണ് ചുമത്തിയിട്ടുള്ളത്. 16-18 വകുപ്പുകൾ അനുസരിച്ച് UAPA കേസെടുത്തിട്ടുണ്ട്. അർജുൻ പീതാംബരൻ ചേരുന്നുണ്ട് വിശദവിവരങ്ങളുമായി. അർജുൻ, ഈ ഏറ്റവും പുതിയ CCTV ദൃശ്യങ്ങളിൽ ഡോക്ടർ ഉമർ കറുത്ത മാസ്ക് ധരിച്ച് വാഹനം ഓടിച്ച് പോകുന്നത് കാണാം. ആ ദൃശ്യങ്ങളുമായി ബന്ധപ്പെട്ട വിശദ വിവരങ്ങൾ എന്തൊക്കെ? ഇത് എവിടെ നിന്ന് ശേഖരിച്ചതാണ്? മോദി, അത് ഈ പാർക്കിംഗ് കേന്ദ്രത്തിൽ നിന്ന് ലഭ്യമായിട്ടുള്ള ദൃശ്യങ്ങളാണ്. 2 ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നത്. ഒന്ന് സമയം 3:19, ഇന്നലെ വൈകിട്ട് 3:19. അതായത് ഈ വിവരങ്ങൾ പ്രകാരം പാർക്കിംഗ് കേന്ദ്രത്തിലേക്ക് കാറ് പ്രവേശിച്ച സമയമാണ് 3:19 മുതൽ രാത്രി 6:48 വരെ ഈ കാർ പാർക്കിംഗ് കേന്ദ്രത്തിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീടാണ് അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നത് എന്നുള്ള കാര്യം നേരത്തെ പോലീസ് വ്യക്തമാക്കിയിരുന്നു. അതായത് ആദ്യം കാറിന്റെ മാത്രമേ നമ്പർ പ്ലേറ്റ് വ്യക്തമായി തെളിയുന്ന കാർ മാത്രമായിട്ടുള്ള ചിത്രം, അത് 3:19 ഈ കാറ് പാർക്കിംഗ് കേന്ദ്രത്തിന് അകത്തേക്ക് കയറുമ്പോൾ CCTVയിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ദൃശ്യമാണ്. രണ്ടാമത്തെ ദൃശ്യം, അത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ ഉമർ എന്ന് പറയുന്ന ചാവേറാണെങ്കിൽ ചാവേർ എന്ന് സംശയിക്കുന്ന ഉമർ, അയാൾ മുഖംമൂടി ധരിച്ച് കാറുമായി പുറത്തേക്ക് ഇറങ്ങുന്ന ദൃശ്യമാണ് രണ്ടാമത്തേതായി പുറത്തു വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. ഈ CCTV ദൃശ്യം വളരെ വളരെ നിർണായകമാണ് അന്വേഷണത്തെ സംബന്ധിച്ച്. കാരണം ഇവിടെ മുതലാണ് കൃത്യമായിട്ടുള്ള അന്വേഷണം. ഈ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ച് അതിന്റെ അടിസ്ഥാനത്തിലൊക്കെയാണ് നിലവിൽ എന്തായാലും പോലീസിന്റെ അന്വേഷണം അത് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒപ്പം മറ്റിടങ്ങളിലെയും, അതായത് ഏകദേശം 100 ഇടങ്ങളിലെ CCTV ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ ശേഖരിച്ചിട്ടുണ്ട്. അതിന്റെയും പരിശോധനകളൊക്കെ തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ ദൃശ്യങ്ങൾ എല്ലാ സെക്കൻഡിലും ഫ്രീസ് ചെയ്ത് അതിലെ ഓരോ വിവരങ്ങളും പരിശോധിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഈ പാർക്കിംഗ് ലോട്ടിന് അപ്പുറത്തേക്ക് ഈ കാർ എത്തിയത് ദരിയാഗഞ്ചിൽ നിന്നാണ് ഇവിടേക്ക് ചെങ്കോട്ട പ്രദേശത്തേക്ക് എത്തുന്നത് എന്നുള്ള കാര്യം നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതിനു പുറമെ കാർ ദരിയാഗഞ്ചിലേക്ക് എങ്ങനെ എത്തി, അത്തരത്തിലുള്ള വിവരങ്ങളൊക്കെയാണ് ഇപ്പോൾ ശേഖരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും നിർണായകമാകുന്നത് എന്തായാലും CCTV ദൃശ്യങ്ങൾ തന്നെയാണ് എന്നുള്ള കാര്യം പറയാൻ സാധിക്കും. അതായത് ഇലക്ട്രോണിക് എവിഡൻസുകൾ ഇതിൽ വളരെ നിർണായകമായി മാറുന്നു എന്നുള്ള ഒരു സ്ഥിതിവിശേഷമുണ്ട്. അതിനോടൊപ്പം ഈ ഫോറൻസിക് സംഘം ഇവിടെ നിന്നും ശേഖരിക്കുന്ന മറ്റ് സാമ്പിളുകൾ, അതിലൂടെ എന്തൊക്കെ രാസവസ്തുക്കൾ കലർത്തിയിട്ടാണ്, അല്ലെങ്കിൽ ഈ ID തയ്യാറാക്കിയത് ഏത് രാസവസ്തുക്കളൊക്കെ ഉപയോഗിച്ചാണ്, ഈ അമോണിയം നൈട്രേറ്റ് ഇന്നലെ പിടിച്ചെടുത്ത അതേ രാസവസ്തുക്കളാണോ തുടങ്ങിയിട്ടുള്ള അന്വേഷണങ്ങൾക്കൊക്കെ ഫോറൻസിക്കിന്റെ പരിശോധനകളും സഹായകരമാകും എന്നുള്ള ഒരു കാര്യം തന്നെയാണ്. പല തലത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. NSG, അതുപോലെ NIA സഹകരിച്ചുകൊണ്ടാണ്, NIA ഡൽഹി പോലീസുമായിട്ടും ക്രൈംബ്രാഞ്ചുമായിട്ടും സഹകരിച്ചുകൊണ്ടാണ്. NSG 2 സംഘങ്ങളുണ്ട്. ഒരു പോസ്റ്റ് ക്ലാസ് അസസ്മെന്റ് സംഘവും, ആ സംഘം ഇന്നലെ തന്നെ എത്തിയിരുന്നു. അവരുടെയും പരിശോധനകൾ നടക്കുന്നുണ്ട്. അതിന് പുറമെയാണ് ഫോറൻസിക് സംഘങ്ങളെല്ലാം തന്നെ ഇപ്പോൾ തമ്പടിച്ച് പരിശോധന അത് പുരോഗമിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ വരും മണിക്കൂറുകളിൽ ഇതിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് കൂടുതൽ CCTV ദൃശ്യങ്ങൾ പുറത്തേക്ക് വരും. കൂടുതൽ വ്യക്തത, ഈ കാറ് എവിടെ നിന്ന് വന്നു, കശ്മീർ മുതലുള്ള CCTV ദൃശ്യങ്ങളാണ് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ സഹായത്തോടു കൂടി പോലീസ് ഇപ്പോൾ അതുപോലെ NIAയും ശേഖരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അതിനെ സംബന്ധിച്ചും വരും മണിക്കൂറുകളിൽ നമുക്ക് വിവരം ലഭിക്കും. കൂടുതൽ വ്യക്തത വരും എന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്.